ഈ 20-25 ഈ കാലഘട്ടത്തിൽ അത് നമ്മൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു 10 വർഷം കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന റണ്ണില് ആ സെൽഫ് ലൈഫ് മീൻസ് അവനവന്റെ വിജയം അതിനുവേണ്ടി എന്തും കാണിക്കും. ആം, ആ, അവിടെ മറ്റൊരു വിഷയമില്ല. അതൊരു വീഡിയോ ഗെയിം എന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റൊന്നില്ല അവിടെ. അതായത് ഫുൾ ഉടായിപ്പ് എന്ന് തന്നെ അത് അങ്ങനെയല്ലേ പറയാം. അപ്പൊ അങ്ങനെ എങ്ങനെയും ഗെയിം ജയിക്കുക ഏത് വഴിക്കും. അപ്പൊ അങ്ങനെ ഒരു ഒരു ലെവലാണ് ഈ പടത്തിന്റെ തുടക്കം മുതൽ ഇന്റർവെല് വരെ. അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മൾ ഇത്തിരി കുറച്ച് പഴയ ആൾക്കാരില്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്റർവെല് വരെ അട്ടാർ ഫ്ലോപ്പാണ് ഫീൽ ചെയ്തത്. അത് ഞാൻ തുറന്നു പറയുന്നത്. അട്ടാർ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ പോരാ, അങ്ങേറ്റം നമ്മൾ ഈ പഴയ കാലത്തൊക്കെ പറയില്ലേ, ഒരു തലയ്ക്കകത്ത് ബോധമില്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുക. നോളജ് അല്ല ഇതിനകത്തുള്ള വിഷയം. നമ്മൾ ഏറ്റവും താഴെ ലെവലിൽ ഇറങ്ങിയിരുന്നപ്പോൾ ഒരു ശരാശരി നിലവാരം ഉണ്ടാവും. ആ ഒരു നിലവാരമില്ലാത്ത ഒരു മലയാള സിനിമയുടെ ഒരു സീരിയലിന്റെ എഫക്റ്റ് പോലും വരാത്ത ലെവലില് പോകുന്ന ആദ്യ പകുതി വരെ. പക്ഷെ അത് പുതിയ ജനറേഷനിലൊക്കെ അത് അവർക്ക് വേർത്താണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അവർക്കത് വേർത്താണ്. അവിടെ കൈയടിക്കുന്നുണ്ട്, അവർ കൂവുന്നുണ്ട്, പ്രേക്ഷകർ. തിയേറ്റർ ആണെങ്കിൽ ഫുള്ളാണ്, ഒരു സീറ്റ് പോലും ഓർക്കല്ല. വലിയ തിയേറ്ററാണ്, 800-850 സീറ്റ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററാണ്. ഒരു സീറ്റ് പോലും ഒഴിഞ്ഞു കിടക്കില്ല. രാത്രി 12 മണിക്കുള്ള ഷോയ്ക്കൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയാണ് പോണ പടം. പിന്നെ ഇന്റർവെലിന് ശേഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പടം നല്ല എന്റർടൈനറാണ്. നല്ല രീതിയിൽ മോഹൻലാലിന്റെ എൻട്രി, വിനീത് ശ്രീനിവാസന്റെ മോന്റെ രണ്ടാമത്തെ മകന്റെ വരവ് ഉണ്ട്. അത് ഇന്റർവെല്ലിന് തൊട്ട് മുൻപാട്ട പയ്യൻ വരും. അത് മുതൽ നമ്മൾ ഒരു പുതിയ തലമുറയുടെ ഒക്കെ ഒരു ഡയലോഗ് അടി. പുതിയ തലമുറ എന്നല്ല, നമ്മളുമല്ല, അതൊക്കെ നമ്മളെയും പെടുത്താം. നമ്മളൊക്കെ അങ്ങനെയല്ലല്ലോ പോണത്. പുതിയത് പഴയതൊന്നുമില്ല. അന്നത്തെ തലമുറ അങ്ങനെ നല്ല പ്രസന്റ് ഡയലോഗ് അടി സ്റ്റാർട്ട് ചെയ്തതും നമുക്ക് കുറുക്കി കൊള്ളുന്ന കുറെ ഡയലോഗുകളൊക്കെ വെച്ച് മെല്ലെ മെല്ലെ ഇന്റർവെല്ലിന് ഒരു 15 മിനിറ്റ് മുമ്പേ, ഒരു 10-12-15 മിനിറ്റ് മുമ്പേ ആണ് നമ്മുടെ ശ്രീനിവാസൻ മോന്റെ രണ്ടാമത്തെ മകന്റെ എൻട്രി തുടങ്ങുന്നത്. അത് മുതൽ പടം കയറി തുടങ്ങുമ്പോയിട്ട് പിന്നെ അത് നല്ലൊരു എന്റർടൈനറായിട്ട് മാറും. ഈ ഒരു എന്റർടൈനറായിട്ട് നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ബബ്ബാക്കി ഭയം ഭക്തി ബഹുമാനത്തിന് ടിക്കറ്റ് എടുക്കാം. അതിലൊരു മാറ്റമില്ല. നിങ്ങളെ കുട്ടികൾക്കും കുടുംബമായിട്ടൊക്കെ പോയി ടിക്കറ്റ് എടുത്ത് സിനിമ തിയേറ്ററിൽ കാണാം. പക്ഷേ തിയേറ്ററിൽ കാണാൻ പോകുമ്പോഴും പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ 1 മണിക്കൂർ എന്ന് പറയുന്നത്